Now, in the second part of this short story, a few other characters are introduced, and they are the sisters of Pyari Mohan. So now you can see how women's life is affected by other women. Actually, ഈ നമ്മുടെ ഉമ്മ പുസ്തകം എക്സസൈസ് ബുക്ക് എടുത്ത് വെച്ച് എഴുതുന്നതും കാര്യങ്ങളും എല്ലാം പ്യാരി മോഹനോട് പോയി പറയുന്നത് ആക്ച്വലി സിസ്റ്റേഴ്സാണ്. അവരെ ഒരിക്കലും ഈ ഒരു ലൈക്ക് ലേണിംഗ് ഫേസിലേക്ക് ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുമില്ല. ആൻഡ് വെൻ ദി ആർ ഫൈൻഡിങ് ഉമ്മ ഡൂയിങ് ഓൾ ദീസ് ആക്ടിവിറ്റീസ്, ദി ആർ റെഡി ടു ഗോ ആൻഡ് റിപ്പോർട്ട് ഓൾ ദീസ് ടു ദ എൽഡർ members in the family. Now, Uma no longer had the leisure to copy anything out of the Charupat or Bodhude. Perhaps she did not have the inclination either. അപ്പം എന്താണ്, ബാക്കി പുസ്തകങ്ങൾ നോക്കി കോപ്പി ചെയ്ത് വെക്കാനുള്ള ഒരു ഇൻക്ലിനേഷനോ ഇൻട്രസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. So nowadays, there were no great intervals between Uma's own brief compositions. Immediately after the above statement, we might read, "If Dada comes to take me home just once, I will never spoil his writings again." അപ്പം ശരിക്കും ഉമ എഴുതാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദാദ എന്നെ വീട്ടിലേക്ക് വന്ന് തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ്, ആ ബുക്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ദാദ എന്നെ വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ, ഫാദർ വന്ന് തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഫാദറിൻ്റെ ഒരു കാര്യവും ഞാൻ കേടാക്കില്ല. It is said that Uma's father often attempted to bring Uma home. Govindlal teamed up with Pyari Mohan to frustrate these plans. അപ്പോൾ എന്താണ്, ഇടയ്ക്ക് അച്ഛന് ചെറിയ പ്ലാൻസ് ഉണ്ടായിരുന്നു, തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും ഈ ബ്രദറാണ് പ്യാരി മോഹനുമായിട്ട് ചേർന്നിട്ട് ഈ പ്ലാൻസിനെ അപ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്. He said that now was the time for Uma to learn devotion to her husband. If she brought away frequently from her husband's house into the familiar ambit of her parents' love, her mind വുഡ് ബി അൺനെസസറിലി ഡിസ്ട്രാക്റ്റഡ്. അപ്പം ബ്രദർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇപ്പോഴാണ് ശരിക്കും ഹസ്ബൻഡിനോട് ഡിവോഷനൊക്കെ കാണിക്കേണ്ട സമയം, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അതിനൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവണം, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ബ്രദർ പറയുകയാണ്. And mixing advice and mockery, he composed so excellently an essay on this theme that none of his like-minded readers could refrain from admitting the undeniable truth of his exposition. അപ്പോൾ എന്താണ്, വായനക്കാർക്ക്, ഇയാളുടെ പൊട്ടത്തനം വായിച്ച വായനക്കാർക്ക് പോലും ഇയാൾ ഈ പറയുന്ന കാര്യം അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഹി വാസ് റിപ്പീറ്റിംഗ് ദ സെയിം. And having heard people say this, Uma wrote in exercises book, "Dada, I beg of you, take me home just once. I'll never make you angry again." അപ്പം വീണ്ടും പറയുകയാണ്, എന്താണ്, ദാദ ആൾക്കാരൊക്കെ പറയുന്നത് അത് ഇതൊക്കെ കേട്ടിട്ട് പറയുകയാണ്, ദാദ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും, ഞാൻ ഒരിക്കലും ഇനി ഒന്നും കേടാക്കില്ല. One day Uma shut the door and was writing some meaningless triviality in her exercise book. അപ്പം മീനിങ്ലെസ് ട്രിവിയൽ, വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തോ എഴുതിക്കൊണ്ടിരുന്ന സമയം ഒരു ദിവസം റൂം അടച്ചിട്ട് her sister-in-law തിലകമഞ്ജരി became exceedingly curious. അപ്പോൾ തിലകമഞ്ജരിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി, എന്താണ് ചെയ്യുന്നതെന്ന്, സിസ്റ്റർ-ഇൻ-ലോ എന്താണ് ചെയ്യുന്നതെന്ന് കാണാനായിട്ട്. She thought she must find out what ബൗദ്ധി ഡസ് വെൻ ഷീ ഷട്ട്സ് ഡോർ വെരി ഓഫൻ. അപ്പോൾ എന്താണ്, ദീദി, അതായത് ബ്രദറിൻ്റെ വൈഫ് കഥ അടച്ച് കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനൊരു ആഗ്രഹം. ഷീ തോട്ട് ഷീ മസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് ബൗദ്ധി ഡസ് വെൻ ഷീ ഷട്ട്സ് ദ ഡോർ വെരി ഓഫൻ. And through a crack in the door, she observed that Uma was writing. She was amazed. അപ്പം എഴുതുന്ന കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യം തോന്നി. The goddess of learning, Saraswati, had never even made so secret a visit to the quarters of their house. എന്നാണ്, സരസ്വതി ദേവി ഇതുവരെയും അവരുടെ വീടിൻ്റെ വാതികളോട്ട് വന്ന് നോക്കിയിട്ടില്ല, പെണ്ണുങ്ങളാരും അക്ഷരങ്ങൾ കണ്ടിട്ടില്ല. So she was very amazed, surprised ആയി. Her younger sister, Kanagamanjari, also came to have peep. And അവരും വന്നിങ്ങനെ എത്തി നോക്കി, കനകമഞ്ജരിയും വന്ന് നോക്കി. And the still younger Anangamanjari, she too stood on tiptoe and locked up. കാലിൻ്റെ ഇങ്ങനെ എന്താണ്, ഉപ്പുറ്റിയുടെ മുകളിലും വിരലിൻ്റെ മുകളിലും ഒക്കെ കയറി നിന്നിട്ട് ഇങ്ങനെ എത്തിപ്പിടിച്ച് നോക്കുകയാണ് what is happening inside, and looked with much difficulty through the crack in the door to penetrate the mystery of the locked room. അപ്പോൾ അതിനുള്ളിൽ അടച്ച മുറിയിൽ എന്താ സംഭവിക്കുന്നത് അറിയാനായിട്ട് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുകയാണ്. As she was writing, Uma suddenly heard the laughter of three familiar voices outside the room. അപ്പം പെട്ടെന്ന് ഇവർ ചിരിക്കുന്ന ശബ്ദമൊക്കെ ഉമ്മ കേൾക്കുകയാണ്. She realized what has happened. Hastily shutting the book away in a box, she hid her face on a bed in shame and terror. പേടിച്ചും നാണം കൊണ്ടും ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് റൂമിൽ. പ്യാരി മോഹൻ വാസ് മച്ച് ഡിസ്റ്റർബ്ഡ് ബൈ ദിസ് ന്യൂസ്. ഇപ്പം ഹസ്ബൻഡ് എന്താണ്, സ്വാഭാവികമായിട്ടും വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് മാറുകയാണ്. And if women began to read and write, novels and plays would soon make their way into the home and it would be hard to uphold the household virtues. അപ്പോൾ എന്താണ്, സ്ത്രീകൾ ഇങ്ങനെ വായിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ്, നോവൽസും പ്ലേസും ഒക്കെ വീട്ടിനകത്തൊരു കയറി വരും. അവർ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം തകിടം മറിയും. വീട്ടിലെ കാര്യങ്ങളൊന്നും വീട്ടിലെ വെർച്യൂസ്, വളരെ നല്ലതാണെന്ന് കണക്കാക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല. And moreover, he had by special reflection evolved an exceedingly subtle theory.
He said that the power of female and the power of male together produced the sacred power of conjugal relationship. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ഒരു എന്താണ് there should be a balance actually. അപ്പം ആ പഠനം എന്ന് പറയുന്നത് എന്താണ് ആൺവർഗത്തിന് വിധിക്കപ്പെട്ടതും പെണ്ണുങ്ങളെന്ന് പറയുന്നത് വീട്ടിലെ വേർച്യൂസ് ഒക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ആ വേർച്യൂ അപ്ഹെൽഡ് ചെയ്യാൻ പറ്റുന്നവരുമായിരിക്കണം. So there should be a He said that a power of female and a power of male together produce a sacred power of conjugal relationship. But if the power of the male alone would be paramount, അപ്പോൾ എന്താണ് അവിടെ ഒരു മെയിൽ പവർ ഷുഡ് ബി പാരമൗണ്ട് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മെയിൽ പവർ തന്നെ ആയിരിക്കണം. Then male power would clash with the male power would clash with the male power to produce so horrible a destructive energy that the power of the conjugal bond would be completely destroyed. അപ്പോൾ എന്താണ് ഇവിടെ മെയിൽ പവർ അല്ല, ഒന്ന് ഫീമെയിൽ പവർ ആണ്, തെറ്റാണ് വന്നേക്കുന്നത്. Then the male power would clash with the male power to produce so horrible a destructive energy that the power of the conjugal bond would completely destroyed. അപ്പോൾ എന്താണ് ഇത് ശരിക്കും വിമനും എന്താണ് മാനിനെ പോലെ ആവുകയാണെങ്കിൽ അവിടെ മാൻ പവേഴ്സ് ആയിരിക്കും കൂട്ടിമുട്ടുന്നത്. ആക്ച്വലി അവിടെ ഒരു ഫീമെയിൽ പവർ ആണ് വേണ്ടത്. സോ ഫീമെയിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ആ കോൺജുഗൽ ബോണ്ട് നേരെ പോവുള്ളൂ എന്നാണ് പ്യാരി മോഹൻ ഇവിടെ പറയുന്നത്. To this day, no one has ever been able to refute this theory. അപ്പോൾ ഇതുവരെ അയാൾ പറഞ്ഞ തിയറി റെഫ്യൂട്ട് ചെയ്യാൻ, അത് ഡിഫെൻഡ് ചെയ്യാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. On returning home in the evening, Pyari Mohan scolded Uma roundly and made fun of her as well. അപ്പം വഴക്ക് പറയും, ബാക്കിയുള്ളവരെ മുന്നിൽ വെച്ച് കളിയാക്കുകയും ഒക്കെ ചെയ്തു. And we will have to order a lawyer's turban. My wife will go to the office with a pen tucked behind her car. അപ്പോൾ എന്താണ് തിരിച്ച് നേരെ എന്താണ് പെട്ടെന്ന് ഇനി ഒരു ലോയറിൻ്റെ ടർബൻ ഒക്കെ ഇവിടെ വേണ്ടി വരും. Because my wife is going to go to and work in the office tucking a pen. And Uma was unable to understand all this, and since she had not read Pyari Mohan's essay, she had not learned to appreciate such wit. അപ്പോൾ എന്താണ് പ്യാരി മോഹൻ്റെ എസ്സേ ബ്രദറിൻ്റെ ഒക്കെ പിന്നെയും വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്ന തമാശകളൊന്നും എന്താണ് അംഗീകരിക്കാനോ അപ്രീഷിയേറ്റ് ചെയ്യാനൊന്നും ഉമ്മയ്ക്ക് എന്താണ് നടക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല. But she shrank within herself. അപ്പം എന്താണ് അവളിലേക്ക് വീണ്ടും ഒതുങ്ങാൻ തുടങ്ങി. It seemed to her that if earth opened, she would disappear into depth to hide her shame. അപ്പം എന്താണ് ഇങ്ങനെ കളിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂമി ഒന്ന് പിളർന്നതെങ്കിൽ അതിനുള്ളിലേക്ക് കയറി പോകുമായിരുന്നു. ഇവരുടെ കളിയാക്കൽ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. And for many days after that, she did not write in her book. But one day, on one autumn morning, a beggar woman was singing an Agamani song outside. അപ്പം എന്താണ് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഒരു സോങ് കേൾക്കണം, Agamani song outside. And Uma sat listening silently at the window, resting her face on the bars. The autumn sun in any case brought back memories. ആ പാട്ട് കേട്ട സമയത്ത് കുട്ടിക്കാലമൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ 9 വയസ്സിൽ മാരേജ്. അപ്പോൾ അതിന് മുന്നുള്ള കാലം ഈ പാട്ട് കേട്ടപ്പോൾ ഓർമ്മ വരികയാണ്. On the top of that, Agamani song was too much for Uma to bear. ആ പാട്ട് കേട്ടപ്പോൾ ഉമ്മയ്ക്ക് ഭയങ്കര ഓർമ്മ വരുന്നു, സങ്കടം വരുന്നു. Uma could not sing, but since learning to write, she had developed the habit of writing down any song she heard to lessen the pain of not being able to sing it. Today the beggar woman was singing. The folk of the city say to Uma's mother, "Your lost light has returned. Your lost light has returned." At this, half crazy woman rushes out. "Where are you, Uma? Where are you?" അപ്പം ആ ഒരു പാട്ടിനകത്ത് വരുന്ന വരികൾ ഉമ്മയ്ക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. "Your lost light has returned. And where you, Uma? Where are you?" ഈ ഒരു പാട്ടാണ് അവിടെ കേൾക്കുന്നത്. And the queen says weeping, "My Uma, you have come to me, my darling, come to my arms." അപ്പം എന്താണ് ക്യൂവിൻ. അപ്പം ആദ്യം കിങ് പറയുന്നതാണ് ഒരു ഭാഗത്ത് കേൾക്കുന്നത്, അടുത്ത ക്യൂവിൻ. അപ്പം അച്ഛനും അമ്മയും പറയുന്നതായിട്ടാണ് ഉമ്മയ്ക്ക് തോന്നുന്നത്. "Come to me, my darling, let me hold you just once." At this, stretching her arms around her mother's neck, Uma weeps in hurt and pride and says to the queen, "Why didn't you come to fetch your daughter?" അപ്പം ഉമ്മ തിരിച്ച് അമ്മയോട് ചോദിക്കുകയാണ്, ക്യൂവിനോട് ചോദിക്കുകയാണ്, എന്താണ് വന്ന് എന്നെ കൊണ്ടുപോകാത്തത് എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. And resentful anguish welled up in Uma's heart. Her eyes filled with tears. She called the singer secretly to her room and shut the door and began to write down the song in a eccentric spelling. അപ്പം എന്താണ് എല്ലാത്തിൻ്റെ സ്പെല്ലിംഗ് ഒന്നും അറിയില്ല, തെറ്റും ശരിയായ സ്പെല്ലിങ്ങിലൊക്കെ ആ പാട്ട് ആ സ്ത്രീയെ മുറിയിലേക്ക് വിളിച്ചിട്ട് ആ പാട്ട് എഴുതിയെടുക്കുകയാണ്. And Tilagamanjari, Kanagamanjari, Anangamanjari observed everything through the crack in the door. വീണ്ടും അവർ വന്ന് എത്തി നോക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. And burst out clapping their hands. "Baudini, we have seen what you are doing." ഇപ്പം എന്താണ് ഇടത്തേവേ നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടെന്ന് പറയുകയാണ്. Uma quickly unfastened the door. അപ്പം പെട്ടെന്ന് കഥയൊക്കെ എന്താണ് ഇതാക്കി മുറുക്കി അടച്ചു. Came out. അപ്പം മുറുക്കി തുറന്നിട്ട് പുറത്തേക്ക് വന്നു. And began to plead with them, "Darling sisters, please don't tell anybody. Please, darling ones, don't tell anyone. Don't tell your brother too. I beg you, please don't. I will never do it again." നീ ഒരിക്കലും ചെയ്യില്ല, നീ ആരോടും I will never write again. At length, we may notice that Tilagamanjari was eyeing exercise book. അപ്പം നോക്കുകയാണ് അവൾ ഇങ്ങനെയൊക്കെ ബെഗ് ചെയ്തിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് തിലകമഞ്ചരി ബുക്കിലേക്ക് തന്നെ നോക്കുന്നത് കണ്ടു. She ran and clutched the book to her chest. അപ്പോൾ പെട്ടെന്ന് ബുക്ക് തട്ടിപ്പറിച്ചു. And her sisters-in-law tried to take it away from her by force.
ബട്ട് വെൻ ദേ ഡിഡ് നോട്ട് സക്സീഡ് അനങ്കമഞ്ജരി വെൻ ടു സമ്മൺ എ ബ്രദർ. അപ്പം എന്താണ് പിടിച്ചു പറിക്കാനൊക്കെ നോക്കിയിട്ട് നടന്നില്ല. അവസാനം ഇവർ എന്ത് ചെയ്തു, പോയിട്ട് അനങ്കമഞ്ജരി പോയിട്ട് ബ്രദറിനെ കൂട്ടിക്കൊണ്ട് വരികയാണ്. പ്യാരി മോഹൻ arrived and sat down grimly on the bed. He said in a voice like thunder, give me the exercise book. അപ്പം ദേഷ്യം പിടിച്ചിട്ട് പറയണം, ആ ബുക്ക് ഇങ്ങോട്ട് തരൂ. Seeing that his command was not obeyed, he lowered his voice like in a couple of notes and said, give it to me. അപ്പോൾ ലാസ്റ്റ് പറയണം, ഇങ്ങി തരൂ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് കമ്മി, give it to me. The girl clasped the exercise book to her chest and directed a glance of utter supplication at her husband's face. But when she saw Pyari Mohan was getting up to snatch a book from her, പിടിച്ചു പറിക്കാൻ പോവുകയാണെന്ന് മുതിർന്നപ്പോൾ മനസ്സിലായപ്പോൾ she flung it down, covered her face with her hands and collapsed on the floor. അപ്പോൾ ഇതാണ് വളരെ പേടിച്ച് വരച്ച് തലചുറ്റി താഴെ പോയി. ആൻഡ് പ്യാരി മോഹൻ ടുക്ക് ദ എക്സസൈസ് ബുക്ക് ആൻഡ് അവൾ താഴെ പോയ സമയത്തും പ്യാരി മോഹൻ എന്താണ് ചെയ്തത്, അവളുടെ കയ്യിലുള്ള ബുക്ക് എടുത്ത് വായിച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് ടു റീഡ് ദ ലിറ്റിൽ ഗേൾസ് കോമ്പസിഷൻ ഔട്ട് ഇൻ എ ലൗഡ് വോയിസ്. Hearing this, Uma clasped the earth and still tighter embrace, while others 3 little girls were beside them so laughed. അപ്പോൾ ആ ബോധം പോയി വീഴുമ്പോഴും എന്താണ് ചെറിയൊരു ഓർമ്മയിൽ കേൾക്കുകയാണ്, ഇയാൾ വായിക്കുന്ന കേൾക്കുമ്പോൾ അവൾ വീണ്ടും തളർന്നു പോവുകയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡേ ഉമ നെവർ ഗോട്ട് ബാക്ക് എക്സസൈസ് ബുക്ക്. അപ്പോൾ അതിനുശേഷം ഒരിക്കലും ആ ബുക്ക് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടിയില്ല. പ്യാരി മോഹൻ ഹാഡ് ആൻ എക്സസൈസ് ബുക്ക് ടു ഫിൽ വിത്ത് ബാർബ്ഡ് എസ്സീസ് എക്സ്പൗണ്ടിങ് ഹിസ് എലോബറേറ്റ് തിയറീസ്. അപ്പം അയാളെടുത്ത മറ്റേ കോൺജുഗൽ തിയറി അതുപോലെ പല തിയറീസും ഫോർമുലേറ്റ് ചെയ്തത് വെച്ചിട്ട് അയാളുടെ കയ്യിൽ വേറൊരു ബുക്കുണ്ട്, അത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ബട്ട് ദർ വാസ് നോ ബെനിഫാക്ടർ ഓഫ് ഹ്യൂമൻ കൈൻഡ് ടു സീസ് ദറ്റ് ബുക്ക് ആൻഡ് ഡിസ്ട്രോയ് ഇറ്റ്. അപ്പോൾ എന്താണ്, അവിടെ ഒരു ദൈവമുള്ള ഒരു ഹാർട്ട് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അയാളുടെ ബുക്ക് പോയി പിടിച്ച് മേടിക്കാനോ അത് നശിപ്പിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉമയുടെ ബുക്ക് ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും ആഫ്റ്റർ ഹർ ബ്രദർ ഹസ്ബൻഡ് കീം ആൻഡ് ഈവൻ സിസ്റ്റർ ഇൻ ലോസ് വേ പേയിങ് വേ ഫോർ ഓൾ ദിസ്. അപ്പം ഇതാണ് ഒരു ഹെൽപ്ലെസ്നെസ് ഓഫ് ദി വിമൻ ഓഫ് ദോസ് ടൈംസ് എന്നെ കുറിച്ച് പറയുന്നതാണ്. ഇറ്റ്സ് അബൌട്ട് ദിസ് വെരി ഷോർട്ട് സ്റ്റോറി.